എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അന്താരാഷ്ട്ര വനിതാ ദിനാശംസകൾ. മാർച്ച് 8 ലോകമെമ്പാടും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമാണിത്. ഇതൊരു ആഘോഷ ദിനം മാത്രമല്ല, ഒരു ഓർമ്മപ്പെടുത്തലും ഒരു പ്രതിജ്ഞയും കൂടിയാണ്. ഈ ലോകം ഇന്നുള്ള നിലയിലേക്ക് എത്താൻ സ്ത്രീകൾ നടത്തിയ അതിരില്ലാത്ത പോരാട്ടങ്ങളുടെ കഥയാണ് ഈ ദിവസത്തിന്റെ അടിസ്ഥാനം. അന്താരാഷ്ട്ര വനിതാ ദിനം ഔദ്യോഗികമായി 1975 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു. എന്നാൽ അതിന്റെ ചരിത്രം അതിനേക്കാൾ മുമ്പേ ആരംഭിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അമേരിക്കയിലും യൂറോപ്പിലും സ്ത്രീ തൊഴിലാളികൾ നേരിട്ട അനീതിക്കെതിരെ വലിയ സമരങ്ങൾ നടത്തുകയുണ്ടായി. 1908 ന്യൂയോർക്കിൽ വസ്ത്രനിർമ്മാണ മേഖലയിലെ വനിതാ തൊഴിലാളികൾ നല്ല ശമ്പളവും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും ആവശ്യപ്പെട്ട് നടത്തിയ സമരം ചരിത്രത്തിൽ ഒരു നിർണായക സംഭവമായി മാറി. അതിന്റെ സ്മരണയ്ക്കായി 1909 ഫെബ്രുവരി 28 അമേരിക്കയിൽ ആദ്യ ദേശീയ വനിതാ ദിനം ആചരിക്കപ്പെട്ടു. തുടർന്ന് 1910 ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ നടന്ന സോഷ്യലിസ്റ്റ് ഇന്റർനാഷണൽ സമ്മേളനത്തിൽ ജർമ്മൻ സാമൂഹ്യ പ്രവർത്തകയായ ക്ലാര അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കണമെന്ന് നിർദ്ദേശിച്ചു. 17 രാജ്യങ്ങളിൽ നിന്നെത്തിയ പ്രതിനിധികൾ ആ നിർദ്ദേശം ഐകകണ്ഠേന അംഗീകരിക്കുകയും ചെയ്തു. 1911 ഓസ്ട്രിയ, ഡെൻമാർക്ക്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ മാർച്ച് 19 ആദ്യമായി അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. അന്നേ ദിവസം ആയിരക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും വോട്ടവകാശത്തിനായി, തൊഴിൽ അവകാശങ്ങൾക്കായി, സാമൂഹ്യ രാഷ്ട്രീയ സമത്വത്തിനായി വിപുലമായ റാലികളൊക്കെ പങ്കെടുത്തു. അതേ വർഷം തന്നെ അമേരിക്കയിൽ നടന്ന ഒരു വലിയ ദുരന്തം ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയുണ്ടായിരുന്നു. ന്യൂയോർക്കിലെ ട്രയാങ്കിൾ ഷർട്ട്വെസ് ഫാക്ടറിയിലുണ്ടായ ഒരു തീപിടുത്തത്തില് 146 തൊഴിലാളികൾ മരണപ്പെട്ടു. ഇവരിൽ ഭൂരിഭാഗവും വനിതകളായിരുന്നു. ഈ ദുരന്തം തൊഴിൽ സുരക്ഷയും തൊഴിലാളികളുടെ അവകാശങ്ങളും സംബന്ധിച്ച് ആഗോള ചർച്ചകൾക്ക് തുടക്കമിടുകയുണ്ടായിരുന്നു. അത് നടന്നത് ഫെബ്രുവരിയിലെ അവസാനത്തെ ഞായറാഴ്ചയായിരുന്നു. ഗ്രിഗോറിയൻ കലണ്ടറിൽ അത് മാർച്ച് 8 ഈ സമരത്തിന്റെ ഫലമായി റഷ്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചു. ഇതിനുശേഷമാണ് മാർച്ച് 8 ലോകമെമ്പാടും വനിതാ ദിനമായി വ്യാപകമായി അംഗീകരിക്കപ്പെട്ടത്. 1975 ഐക്യരാഷ്ട്രസഭ ഇന്റർനാഷണൽ വിമൻസ് ഇയർ പ്രഖ്യാപിക്കുകയും മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ഔദ്യോഗികമായി ആചരിക്കുകയും ചെയ്തു. 1977 ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങളോടും വിമൻസ് റൈറ്റ്സ് ആൻഡ് വേൾഡ് പീസ് ഡേ ആയി മാർച്ച് 8 ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്തത്. അതിനുശേഷമാണ് ഓരോ വർഷവും വനിതാ ദിനത്തിന് ഒരു പ്രത്യേക പ്രമേയവും നിശ്ചയിക്കപ്പെട്ടത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായതുപോലെ ഇന്ത്യയിലും ശക്തമായി നടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ പങ്ക് വളരെ നിർണായകമായിരുന്നു. സരോജിനി നായിഡു, ആനി ബെസന്റ്, കസ്തൂർബ ഗാന്ധി, അരുണ ആസിഫ് അലി, ക്യാപ്റ്റൻ ലക്ഷ്മി, ഉഷ മേത്ത, സുചേതന കൃപ്ലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ് തുടങ്ങിയ സ്ത്രീകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അമൂല്യ സംഭാവനകൾ നൽകി. അവർ തെളിയിച്ച ഒരു സത്യമാണ്, സ്ത്രീകളുടെ പങ്കില്ലാതെ ഒരു സമൂഹവും മുന്നോട്ടു പോകില്ല എന്ന്. കേരളത്തിലും സ്ത്രീകൾ സാമൂഹ്യ നീതിക്കായി നിരവധി സമരങ്ങൾ നടത്തി. വൈക്കം സത്യാഗ്രഹം, പാലിയം സമരം, പെരിനാട് കലാപം ഇവയൊക്കെ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ ശ്രദ്ധേയമായിരുന്നു. അക്കാമ ചെറിയാൻ, AV കുട്ടിമാളുവമ്മ, ആനി മസ്ക്രീൻ, അന്ന ചാണ്ടി, ദാക്ഷായണി വേലായുധൻ അങ്ങനെ നിരവധി ധീര വനിതകൾ കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ വലിയ സ്ഥാനമാണ് നേടിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല അവകാശങ്ങളും അവരുടെ പോരാട്ടത്തിന്റെ ഫലമാണ്. ഇന്നത്തെ സാഹചര്യം നോക്കിയാല് സ്ത്രീകൾ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും രാഷ്ട്രീയത്തിലും ഒക്കെ വലിയ മുന്നേറ്റങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. എന്നാലും അതിനോടൊപ്പം ചില ഗുരുതര പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തുല്യ ജോലിക്ക് തുല്യ വേതനം പല സ്ഥലങ്ങളിലും ഇല്ല. രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറവാണ്. ലൈംഗിക അതിക്രമങ്ങളും പീഡനങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. കുടുംബത്തിലും സമൂഹത്തിലും സ്ത്രീകൾ പലപ്പോഴും രണ്ടാംകിട പൗരന്മാരായി കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനിതാ ദിനം ഇന്നും പ്രസക്തമാണ്.
2026 വനിതാ ദിനത്തിന്റെ പ്രധാന സന്ദേശം റൈറ്റ്സ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ്. അവകാശങ്ങൾ, നീതി, പ്രവർത്തനം ഇവയെല്ലാം ഓരോ സ്ത്രീക്കും ഓരോ പെൺകുട്ടിക്കും ലഭിക്കണം എന്നാണ് ഈ സന്ദേശത്തിൽ പറയുന്നത്. മറ്റൊരു സന്ദേശം പറയുന്നുണ്ട്, ഗിവ് ടു ഗെയിൻ, നേട്ടത്തിനായി സംഭാവന ചെയ്യുക. 2026 ഐക്യരാഷ്ട്രസഭ ഇന്റർനാഷണൽ ഇയർ ഓഫ് ദി വിമൻ ഫാർമർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഭക്ഷ്യസുരക്ഷയിൽ സ്ത്രീ കർഷകർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എന്നാൽ പലപ്പോഴും അവർ കർഷകർ എന്ന പേരിൽ പോലും അംഗീകരിക്കപ്പെടുന്നില്ല. ഈ വർഷത്തെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വനിതാ കർഷകരുടെ സംഭാവനകൾക്ക് അംഗീകാരം നൽകുക, ഭൂമി ഉടമസ്ഥാവകാശം ഉറപ്പാക്കുക, ബാങ്ക് വായ്പകൾ ലഭ്യമാക്കുക, പുതിയ കർഷക സാങ്കേതിക വിദ്യകൾ പഠിപ്പിച്ച് അവസരങ്ങൾ നൽകുക. കേരളത്തിലും വനിതാ കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വിവിധ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. സമത്വം ഉറപ്പാക്കാത്തൊരു സമൂഹം പുരോഗതി കൈവരിക്കുകയില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ അവയെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. സമൂഹത്തിൽ അനീതി ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തണം. അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. വനിതാ ദിനം എന്നത് സ്ത്രീകൾക്കായി മാത്രമുള്ള ദിനമല്ല, ഇത് മനുഷ്യാവകാശങ്ങളുടെ ദിനമാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സമത്വമുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും തുടങ്ങണം. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം, സമത്വമുള്ള അവസരങ്ങൾ ഇവയെല്ലാം ഉറപ്പാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ അവകാശത്തിനും പിന്നിൽ അനവധി സ്ത്രീകളുടെ പോരാട്ടങ്ങളുണ്ട്. അവരുടെ ഓർമ്മകൾ നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. സമത്വവും നീതിയും സ്വാതന്ത്ര്യവും ഉള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ നാം ഒന്നിച്ച് പ്രവർത്തിക്കുക തന്നെ വേണം. വനിതാ ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഒരുമിച്ച് ഒരു പ്രതിജ്ഞ എടുക്കാം. സ്ത്രീകളെ ആദരിക്കാനും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനും സമത്വമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാനും നമുക്ക് തയ്യാറെടുക്കാം. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ വാക്യം മാത്രം. സ്ത്രീ ശാക്തീകരണം എന്നത് സ്ത്രീകളുടെ മാത്രം വിജയമല്ല, അത് സമൂഹത്തിന്റെ മുഴുവൻ പുരോഗതിയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അന്താരാഷ്ട്ര വനിതാ ദിനാശംസകൾ. താങ്ക് യു.